ഈ ജയിൽ അധികൃതർ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ, വർക്ക് ചെയ്തില്ലെങ്കിൽ അവരെ ശകാരിക്കാനും അവരെ നിലയ്ക്ക് നിർത്താനും കഴിയാത്ത ഒരു ആഭ്യന്തര വകുപ്പാണോ നമുക്കുള്ളത്? അത് തന്നെയാണല്ലേ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും ഞാനിത് പറയുന്നില്ല, ഞാൻ ആഭ്യന്തര വകുപ്പിനെ അവഹേളിക്കുന്നതല്ല. പക്ഷേ ഇത് ഇത്രയും ഒരു സുരക്ഷാ വീഴ്ചയിൽ വന്നൊരു പാളിച്ച എന്ന് പറയുമ്പോൾ അത് അത്യന്തം ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് നിസ്സാരമാക്കി കളയാൻ പറ്റില്ല. പക്ഷേ പാർട്ടിയിലുള്ള പല പ്രതിനിധികളും ഇതിനെ വെറും നിസ്സാരമാക്കിയാണ് പറയുന്നത്. അവർ പറയുന്നത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നിങ്ങളത് പറയേണ്ട ആവശ്യമില്ല, അത് ജയിലിൻ്റെ ഭാഗത്ത്, ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്കാണ്, ഞങ്ങൾ അവരെ പിരിച്ചു വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ പറയുന്ന സസ്പെൻഷൻ? ഇവന്മാരെയൊക്കെ ഡിസ്മിസ് ചെയ്തൂടെ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ എന്താണ് ഇത്ര വിമുഖത, എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഒരു കാര്യം വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞൂടെ സഖാക്കന്മാരെ? അതെങ്ങനെ പറയാൻ പറ്റുന്നല്ലേ? അത് വെള്ളപൂശാനായിട്ട് നടക്കുകയല്ലേ? ഈ പറയുന്ന ഗോവിന്ദച്ചാമി അവരെ വെള്ളപൂശിയല്ലേ അല്ലേ? ഗോവിന്ദച്ചാമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പോകുന്നത് പോലീസുകാർ. ഈ നാട്ടുകാരുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്ത പോലീസുകാരെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിനുശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോയി ഇവനെ കെട്ടി പൊതിഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടതാണ്. അതിൽ നാട്ടുകാരിൽ ഒരാൾ ഇവൻ്റെ തലക്കിട്ട